നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വന്തം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് പറഞ്ഞുവിട്ട ഫ്രഞ്ച് താരം അലക്സാണ്ടർ കോയഫ് പുതിയ ക്ലബ്ബിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ഒഫീഷ്യലി ആ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സ് വിട്ടപ്പോൾ വലിയ നിരാശനായിരുന്നു കോയഫ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്ദേശം അങ്ങനെയായിരുന്നല്ലോ. ചിലപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റിനായിട്ടെല്ലാം സമർപ്പിച്ച് കളിച്ചാലും വേണ്ട വിധത്തിൽ നമ്മൾ പരിഗണിക്കപ്പെടില്ല, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിലുള്ളത് അദ്ദേഹത്തിൻ്റെ വിഷമം വ്യക്തമായിട്ട് സൂചിപ്പിച്ചതാണ്. എന്തായാലും ഇപ്പോൾ സ്വന്തം നാട്ടിൽ അദ്ദേഹം പുതിയൊരു ക്ലബ്ബിൽ ചേർന്നിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ട് ആ കാര്യം ആ ക്ലബ്ബ് അറിയിച്ചിരിക്കുകയാണ്. വലൻസിയൻസ് എന്ന ഫ്രഞ്ച് ലീഗ് 2 കളിക്കുന്ന ടീമാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരിക്കുന്നത്. അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു പുതിയ റീഇൻഫോഴ്സ്മെൻറ്റ് വന്നിരിക്കുന്നു. 32കാരനായിട്ടുള്ള അലക്സാണ്ടർ കോയഫിനെ ക്ലബ്ബ് സൈൻ ചെയ്തിരിക്കുന്നു. അദ്ദേഹം സെൻട്രൽ ഡിഫൻഡറായിട്ടും അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും കളിക്കാൻ കെൽപ്പുള്ള താരമാണ്. അദ്ദേഹം വരുന്നത് ഇന്ത്യൻ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നാണ്. നേരത്തെ RC ലെൻസിൽ കളിച്ചിട്ടുള്ള താരം നിരവധി ഫ്രഞ്ച് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ലെൻസ്, അജാസിയോ, ബ്രസ്റ്റ്, ഓക്സ്റേ, കെയ്ൻ തുടങ്ങിയിട്ടുള്ള ക്ലബ്ബുകൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറഞ്ഞിട്ട് ഫ്രഞ്ച് ഫുട്ബോളിൽ അദ്ദേഹത്തിനുള്ള അനുഭവ സമ്പത്ത് കൂടി അവർ പറയുന്നുണ്ട്. 220 മത്സരങ്ങൾ അദ്ദേഹം ലീഗ് 2 കളിച്ചിട്ടുണ്ട്. കൂടാതെ 32 മത്സരങ്ങൾ അദ്ദേഹം ലീഗ് 1 കളിച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം ബെൽജിയത്തിൽ, ഇറ്റലിയിൽ, സ്പെയിനിൽ, ഗ്രീസിൽ ഒക്കെ കളിച്ചു. ഇന്ത്യയിലേക്ക് പോയി. ഇന്ത്യയിൽ നിന്നിതാ വീണ്ടും ഫ്രഞ്ച് ഫുട്ബോളിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.